ഹായ്, ഇന്നത്തെ വീഡിയോ പെട്രിയ ചെടികളെക്കുറിച്ചാണ്. ലാറ്റിൻ അമേരിക്കൻ സ്വദേശികളായ സുന്ദരി വള്ളിച്ചെടികളാണ് പെട്രിയ ചെടികൾ. അപ്പോൾ ഇവയുടെ കെയറിംഗ്, പ്രൊപ്പഗേഷൻ, പോട്ടിംഗ് മിക്സ് കൂടാതെ 3 വ്യത്യസ്ത നിറങ്ങളിലുള്ള പെട്രിയ ചെടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോംബോ ഓഫർ എന്നിവ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ആദ്യമായി കാണുന്നവരെല്ലാവരും തന്നെ കൂടുതൽ പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസിനും കോംബോ ഓഫറുകൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സാൻഡ് പേപ്പർ വൈൻ എന്നും വിദേശികളിൽ ബ്ലൂ ജെയ്ഡ് വൈൻ എന്നും വിളിക്കുന്ന പെട്രിയ ചെടികൾ 3 വ്യത്യസ്ത നിറങ്ങളിലാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ലാവൻഡർ, വൈറ്റ്, പിങ്ക് നിറത്തിലുള്ള പെട്രിയ ചെടികളെ കോഞ്ചിയ എന്നും അറിയപ്പെടുന്നു. കൂടാതെ കരീബിയൻ മുന്തിരിവള്ളി, ഉഷ്ണമേഖലാ മുന്തിരിവള്ളി, പൂമ്പാറ്റവള്ളി എന്നീ പേരുകളിലൊക്കെ ഈ ചെടികൾ അറിയപ്പെടുന്നുണ്ട്. വളരെ ഈസിയായി തന്നെ നമ്മുടെ ഗാർഡനുകളിൽ പെട്രിയ ചെടികളെ നട്ടു വളർത്താവുന്നതാണ്. പൊതുവെ പടർന്നു പോകാൻ ഇഷ്ടപ്പെടുന്നവയാണ് പെട്രിയ ചെടികളെങ്കിലും വെട്ടി ഒതുക്കി കുറ്റിച്ചെടിയായും നമുക്ക് ഇവയെ നട്ടു വളർത്താവുന്നതാണ്. പെട്രിയ ചെടികൾ നടുമ്പോഴത്തേക്ക് നന്നായി വെയിൽ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വേണം പെട്രിയ ചെടികൾ നടാനായിട്ട്. കൂടാതെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പെട്രിയ ചെടികൾ നടരുത്, കാരണം അതിൻ്റെ വേര് അഴുകി പ്ലാന്റ് നശിച്ചു പോകുന്നതിന് കാരണമാകും. പോട്ടിലാണ് നടുന്നതെങ്കിൽ നന്നായി ഡ്രെയിനേജ് ഉള്ള ചട്ടി വേണം നമ്മൾ ചെടികൾ നടാനായി ഉപയോഗിക്കാനായി. പെട്രിയ ചെടികൾ നടുന്നതിനായി അനുകൂല കാലാവസ്ഥയിൽ പ്രത്യേക തരത്തിലുള്ള പോട്ടി മിക്സുകളുടെ ഒന്നും ആവശ്യമില്ല. എന്നാലും പൂക്കൾ കിട്ടുന്നതിന് കുറഞ്ഞ ഏരിയ ആണെങ്കിൽ നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നോർമൽ ഗാർഡൻ സോയിലും ചരലോടുകൂടിയ മണലും കോക്കോപീറ്റ്, ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ കരിയില മിക്സ്ചർ എന്നിവ ചേർത്ത് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാവുന്നതാണ്. കൂടാതെ നട്ട് 1 മാസം കഴിയുന്നത് മുതൽ NPK, DAP വളങ്ങൾ നൽകുന്നത് പ്ലാന്റ് നന്നായി പൂക്കുന്നതിന് സഹായിക്കും. പിന്നെ ജൈവവളമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നട്ട് 1 മാസം കഴിയുന്നത് മുതൽ എല്ലുപൊടി, ചാണകപ്പൊടി, മുട്ടത്തോട്, തേയിലക്കൊത്ത്, കരിയില മിക്സ്ചർ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി ചട്ടിയിലോ നിലത്തോ ആണെങ്കിൽ മണ്ണ് ചെറുതായി ഇളക്കിയതിന് ശേഷം മൂട്ടിൽ കൊടുക്കാവുന്നതാണ്. ഇത് പ്ലാന്റ് പെട്ടെന്ന് ഹെൽത്തിയായി വളരുന്നതിനും കൂടാതെ നല്ല രീതിയിൽ പൂക്കൾ തരുന്നതിനും സഹായിക്കുന്നു. കൂടാതെ പ്ലാന്റ് നട്ട് ഏറെ നാളായിട്ടും പൂക്കൾ വന്നില്ല എങ്കിൽ നന്നായിട്ട് പൂക്കുന്നതിനായി NPKയോ DAP വളങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു 10 ദിവസത്തിൻ്റെ ഇടവേളകളിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ചെടികളും പൂവിടാറുണ്ട്. പെട്രിയ ചെടികൾക്ക് വെള്ളം ആവശ്യത്തിന് മാത്രം കൊടുത്താൽ മതി. പിന്നെ